Deuteronomy chapter 7. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇംഗ്ലീഷിലൊന്ന് ഇടണേ. ഞാൻ ഇംഗ്ലീഷും മലയാളവും വായിച്ചിട്ട് മലയാളം വളരെ വ്യത്യാസത്തോടാണ് ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. 9-ാം വാക്യം കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെ ഫസ്റ്റ് ലൈൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ: Know therefore that the Lord thy God, he is God, the faithful God. ഫസ്റ്റ് ഒരു ലൈൻ മോശ എഴുതിയിരിക്കുന്ന പോർഷനാണേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? മോശ എഴുതിയിരിക്കുന്ന പോർഷനാ. മോശ ഇസ്രായേൽ ജനത്തിന് എഴുതിയിരിക്കുന്ന പോർഷനാ ഡ്യൂട്രോണമി. അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മോശ എൻഡ് ടൈംസിലേക്ക് നീങ്ങുക. മോശയുടെ ലൈഫ് സ്പാൻ തീരുന്ന ടൈമിലേക്ക് മോശ നീങ്ങുമ്പോൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണ് നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് therefore, അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഈ കർത്താവാണ് നമ്മുടെ ദൈവം, ഇതാണ് ദൈവം, ഈ ദൈവം വിശ്വസ്തനാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, മോശയിലൂടെ പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവം വിശ്വസ്തനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അവിടെ എഴുതിയിരിക്കുന്നത് therefore, അതുകൊണ്ട് ഈ ദൈവം വിശ്വസ്തനെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും റീസൺസ് കാണണമല്ലോ. അതുകൊണ്ട് ദൈവം വിശ്വസ്തൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില പോർഷൻസ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ട്, അതിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതുകൊണ്ട് ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 വാക്യങ്ങൾ, 7-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കുവാണെങ്കിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ രാജ്യങ്ങളെല്ലാം തരും, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൽ വച്ചിരിക്കുന്ന രാജ്യങ്ങൾ, നേഷൻസ്, അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് പറയുക, അതിനെയെല്ലാം ദൈവം നീക്കിയിട്ട് നിങ്ങൾക്കിത് അവകാശമായിട്ട് തരും. നിങ്ങൾക്ക് ഈ രാജ്യമാണ് വാഗ്ദത്തമായിട്ട് വച്ചിരിക്കുന്നത്. അപ്പം വാഗ്ദത്തം എന്തുവാന്ന് ക്ലിയറായി. കനാൻ ദേശമാണ് വാഗ്ദത്തം. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന, നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന പോർഷൻ, വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പോർഷൻ എന്തോ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്, ആ ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ 1 to 5 പറയുന്നത് വാഗ്ദത്തമുള്ള ദേശം നിങ്ങൾക്ക് തരും, നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കണമെന്ന് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവരുമായിട്ട് ഇടപഴകരുത്, കല്യാണം കഴിക്കരുത്, അവരുടെ യാഗപീഠങ്ങൾ നശിപ്പിക്കണം എന്ന് ഇസ്രായേൽ ജനത്തിന് ഒരു കമാൻഡ് കൊടുക്കുക. ആദ്യത്തെ 5 പോർഷൻ. പിന്നുള്ള 6 തൊട്ട് 8 വരെ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മോശ എഴുതിയിരിക്കുന്നത് കണ്ടോ? നിങ്ങൾ ആരാന്ന് തിരിച്ചറിയണം. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങളൊരു സ്പെഷ്യൽ കൂട്ടരാണെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഈ ദൈവം വിശ്വസ്തൻ. എന്തിനാ ഈ ദൈവം വിശ്വസ്തൻ? ഈ കൂട്ടർക്ക് ആ വാഗ്ദത്തം കൊടുക്കാൻ ഈ ദൈവം വിശ്വസ്തൻ. ഓക്കെ, ഞാനതൊന്ന് കണക്ട് ചെയ്ത് പറയുക. God is faithful to give the promise to this people. ഓക്കെ, ആ നടുക്കത്തെ പോർഷനിൽ എഴുതിയിരിക്കുന്ന തലമുറയ്ക്ക് അല്ലെ ജനറേഷന് കൊടുക്കാൻ ദൈവം വിശ്വസ്തൻ. ഏത്? ആ മുൻപേ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അവർക്ക് റിവീൽ ചെയ്യാൻ ദൈവം വിശ്വസ്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യം എന്തു? മോശയ്ക്കറിയാം മോശ ഇസ് കമ്മിങ് ടു എൻ എൻഡ്. മോശയുടെ ലൈഫ് സ്പാൻ തീരാറായി. ജനത്തിൻ്റെ അകത്തുള്ള ചിന്ത മോശയൊന്ന് ചേഞ്ച് ചെയ്യുക. മോശയുള്ളത് കൊണ്ടല്ല ഇതുവരെ ദൈവം നടത്തിയത്, മോശയുള്ളത് കൊണ്ടല്ല നിങ്ങൾ രാജ്യങ്ങളെ ജയിച്ചത്, മോശയുള്ളത് കൊണ്ടല്ല നിങ്ങൾ പലതിനെയും ജയിച്ചു വന്നത്, മോശയുള്ളത് കൊണ്ടല്ല മന്ന വീണത്, മോശയുള്ളത് കൊണ്ടല്ല മധുരമായി മാറിയത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുക, നിങ്ങൾ നോക്കേണ്ടത് ഈ ദൈവത്തെ, ഈ വിശ്വസ്തനാ നിങ്ങളെ ഇനി നടത്താൻ.
നിങ്ങളെ മുൻപിലേക്ക് നടത്താൻ ഈ വിശ്വസ്തൻ ആയ ദൈവം മാത്രമേ ഉള്ളൂ. ഈ വാഗ്ദത്തം തരാൻ പോകുന്നത് പട്ടുപോകുന്ന മോശയല്ല, ഈ വിശ്വസ്തനായ ദൈവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടുന്ന് മൂന്ന് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു വാഗ്ദത്തം പ്രാപിക്കേണ്ട ഒരു ജനമുണ്ട്. ഓക്കെ, ദൈവം, വിശ്വസ്തനായ ദൈവം വാഗ്ദത്തം കൊടുക്കാൻ പോകുന്ന ആ ജനത്തിൻ്റെ ക്യാരക്ടർ ഞാനൊന്ന് പറയുക. ഓക്കെ, വാഗ്ദത്തം പ്രാപിക്കേണ്ട ആ ജനത്തിൻ്റെ എന്ത് സ്പെഷ്യാലിറ്റിയാ? വിശ്വസ്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മഹനീയമായ നമ്മൾ സഭ, നമ്മുടെ കുടുംബം, നമ്മൾ വ്യക്തിപരമായി പല വാഗ്ദത്തങ്ങളും പ്രാപിക്കാനിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ക്വാളിറ്റീസ് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്യുക. അവിടെ 6 തൊട്ടുള്ള പോർഷനിൽ നിങ്ങൾ വായിക്കുവാണെങ്കിൽ, 6 തൊട്ടുള്ള പോർഷൻ നിങ്ങൾ എടുത്ത് വായിക്കുവാണെങ്കിൽ അവിടെ പറയുന്ന ഒന്നാമത്തെ ക്യാരക്ടർ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ ജനത്തെ അവരുടെ പെരുപ്പം കണ്ട് ഞാൻ സ്നേഹം വെച്ചതല്ല എന്ന്, ഞാൻ സ്നേഹിച്ചതാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ 6 തൊട്ട് 8 വരെ നിങ്ങളൊന്ന് സ്പീഡ് ചെയ്ത് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവും. അവിടെ ദൈവം എഴുതിയിരിക്കുന്നത് ഈ ജനത്തിൻ്റെ പെരുപ്പം, ജനത്തിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ദൈവം സ്നേഹിക്കാമെന്ന് വെച്ചതല്ല, ദൈവം അവരെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചതാണ്. മനസ്സിലാവുന്നു? പെരുപ്പമോ നിങ്ങളുടെ വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടിട്ടല്ല കർത്താവ് സ്നേഹിച്ച് നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ അവകാശമാക്കി തരാൻ പോകുന്നത്. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാ നമ്മൾ അവകാശം ആക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ഫോർ ഐ ആം ലവിങ് ദം, ഞാൻ ഈ ജനത്തെ സ്നേഹിക്കുന്നു. അപ്പം സ്നേഹിക്കപ്പെട്ട ഒരു ജനം അവകാശമാക്കാൻ പോകുന്ന വാഗ്ദത്തം ജീസസ്. നമ്മൾ സ്നേഹിക്കപ്പെട്ടവരാണോ? ആണോ? കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണോ? ആണെങ്കിൽ നമ്മൾ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് അവകാശമാക്കുമെന്നേ. സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടർക്കാണ് വാഗ്ദത്തം അവകാശമാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സ്നേഹിക്കപ്പെടുന്നതിൻ്റെ അല്ലേ സ്നേഹത്തിൻ്റെ 1-2 ക്യാരക്ടർ അവിടെ നിന്നൊന്ന് പറയുക. എൻ്റെ മനസ്സിൽ വന്നത് ഞാനൊന്ന് പറയുവാണേ. ഒന്ന്, നമ്മൾ കേട്ടിട്ടുള്ള പോർഷൻ, നിത്യമായ സ്നേഹത്താലാണ് ഇവരെ സ്നേഹിച്ചിരിക്കുന്നത്. പാട്ട് ആദ്യം പാടി തുടങ്ങിയത്, അച്ഛൻ പാടി തുടങ്ങിയത്, അപ്പനും അമ്മയും എന്നെ അറിഞ്ഞില്ലെങ്കിലും അപ്പനും അമ്മയും നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ മോണിറ്ററിൽ ബീപ്പ് അടിച്ചപ്പോഴല്ലേ? നിന്നെ മോണിറ്ററിൽ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ, ബീപ്പ് അടിച്ചപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയ അപ്പനും അമ്മയല്ലേ? അതിനും മുൻപേ നിന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്ന്, നിന്നെ എവർലാസ്റ്റിംഗ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ പലതും കണ്ട് നിന്റെ മേൽ സ്നേഹം. അച്ചായനും അമ്മമ്മയോ ഇല്ല, ഞാൻ എൻ്റെ തന്നെ പറയാം. ശലോമിനെ കണ്ടപ്പോൾ സ്നേഹിച്ചു അല്ലേ? എൻ്റെ ലൈഫിലെ ഡിഫറൻസ് ഉള്ളൂ. അമ്മമ്മയെ കണ്ടപ്പോൾ ആ മുടി കണ്ടായിരുന്നു, കണ്ണ് കൊള്ളാമായിരുന്നു. അച്ചായനെ കണ്ടപ്പോൾ എന്തോ കണ്ടപ്പോൾ സ്നേഹം തോന്നിയതാ, എന്തോ കണ്ടപ്പോൾ സ്നേഹം തോന്നിയതാ. വി ഫെൽ ഇൻ ലവ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിന് പലപ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്നത് ചിലപ്പം കാശ് കണ്ടിട്ടായിരിക്കും സ്നേഹിച്ചിരിക്കുന്നത്, സൗന്ദര്യം കണ്ടിട്ടായിരിക്കും സ്നേഹിച്ചിരിക്കുന്നത്, കുടുംബ മഹിമ കണ്ടിട്ടായിരിക്കും സ്നേഹിച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നത്, ഈ ക്യാരക്ടറൈസേഷൻ ഒന്നുമില്ലാതാ നീ ഉദരത്തിൽ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഓ ജീസസ്, ഇസ്രായേൽ ജനത്തിൻ കുടുംബത്തിൽ ജനിക്കാത്തവനെ വരെ തമ്പുരാൻ സ്നേഹിച്ച എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തം എന്ന കനാൻ ദേശം അവനും അവകാശമാക്കാനാണെന്ന്. ഓ ജീസസ്, ഓ എനിക്കറിയത്തില്ല. തമ്പുരാൻ പറയുന്നത്
നിങ്ങൾ ഉരുവാകുന്നതിനു മുൻപേ നിങ്ങളെ സ്നേഹിച്ച ഞാൻ എന്താണെന്നറിയാമോ? ഭൂമിയും കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹമല്ല എൻ്റേത്, ഇതിനും അപ്പുറം പോകുന്ന ഒരു സ്നേഹബന്ധമാ ഞാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന സ്നേഹമെന്നേ. ഓ ജീസസ്! ദൈവം പറയുന്നത് ഇവിടം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നില്ല. കാശ് തീരുമ്പോൾ നിന്നു പോകുന്ന സ്നേഹം കാണുമെന്നേ. വീട് വിട്ട് അപ്പനും അമ്മയെ ഇറക്കി വിടുമ്പോൾ തീർന്നു പോകുന്ന സ്നേഹമുണ്ടെന്നേ. നീ നാട്ടിൽ നിന്ന് കയറി UK വന്നപ്പോൾ വിളിക്കാത്ത സ്നേഹങ്ങൾ കാണുമെന്നേ, സ്നേഹബന്ധങ്ങൾ കാണുമെന്നേ. അന്നേരവും നിന്നെ മുറുകെ പിടിക്കുന്ന ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളെന്നേ. അത് ഇവിടം കൊണ്ട് തീരുന്ന സ്നേഹമല്ലാതെ, ഇവിടം കൊണ്ട് തീരുന്നതല്ലാതെ. ഓ ജീസസ്! ഓ രാധന റവല ഹടഗരധല ചുടഗരധല ഹർച്ചൽ പ്രഭ. ഞാൻ ചോദിക്കട്ടെ, ആനോക്കിനെ തമ്പുരാൻ ഇവിടം കൊണ്ട് മതിയാകാഞ്ഞിട്ടല്ലേ കൊണ്ടുപോയത്? ഏലിയാവിനെ ഇവിടം കൊണ്ട് മതിയാഞ്ഞിട്ടല്ലേ അങ്ങ് കൊണ്ടുപോയത്? ആ സ്നേഹബന്ധമാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടം കൊണ്ട് തീരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ലെന്നേ. നിങ്ങൾക്കൊരു വാഗ്ദത്തമെന്ന് മനുഷ്യൻ്റെ കയ്യാൽ നിർമ്മിക്കപ്പെടാത്ത ഒരു ഭവനം നിങ്ങളുടെ വാഗ്ദത്തമാണ്. ഓ ഈ രൂപം മാറി തേജസ്കരണം നിങ്ങളുടെ വാഗ്ദത്തമാണ്. ഇത് തരാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ മേൽ ഇത് പകരാൻ, ഈ വാഗ്ദത്തങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത്, തരുമെന്ന് പറയാൻ കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിത്യമായ സ്നേഹത്താൽ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒന്ന്, ഞാനത് പറഞ്ഞു. രണ്ടാമത്തെ ഫെലിക്സ് പാസ്റ്റർ ഇന്ന് രാവിലെ തൊട്ട ഒരു വേർഷന്, എനിക്കറിയത്തില്ല എന്താ ഇതൊക്കെ കണക്റ്റായി വന്നതെന്ന്. രണ്ടാമത്തെ പോർഷൻ ഞാൻ ചോദിക്കട്ടെ, എല്ലാം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്, തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു ക്യാരക്ടറാണ് നമ്മളെ മടക്കി കൊണ്ടുവരുന്ന സ്നേഹമാണ്, റിട്ടേൺ കൊണ്ടുവരുന്ന സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, യൂദയുടെ ലേഖനത്തിൽ യൂദ എഴുതി തുടങ്ങുന്ന പോർഷൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്കറിയാം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ റിമൈൻഡ് ചെയ്യുക, ഇങ്ങനൊരു ജനം നശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ റിമൈൻഡ് ചെയ്തിരിക്കുന്നത്? മടക്കി കൊണ്ടുവരുന്ന ഒരു സ്നേഹമാണെന്നേ. ഈ സ്നേഹത്തിൻ്റെ ക്യാരക്ടർ നിന്നെ മടക്കി ക്രിസ്തുവിലേക്ക്, ആ സ്നേഹം നിന്നെ മടക്കി കൊണ്ടുവരുന്ന സ്നേഹമാണ്. പത്രോസ് ഇട്ടിട്ട് ഓടുമ്പോഴും ഓടിച്ചെന്ന് മടക്കി കൊണ്ടുവരുന്ന ഒരു സ്നേഹമായത്. തിരിച്ച് നിന്നെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്നേഹമായത്. അതെന്തിനാ കൊണ്ടുവരുന്നേ? എന്തിനാ മടക്കി കൊണ്ടുവരുന്നേ? നീ ഈ വാഗ്ദത്തം അവകാശമാക്കണമെന്ന് വിശ്വസ്തനായ ദൈവം നിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങൾ നിറവേറ്റാനാണ് നിന്നെ മടക്കി കൊണ്ടുവരുന്നത്. യോനായെ, നിന്റെ മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഒരു പട്ടണത്തെ ഉണർവിലേക്ക് നടപ്പിക്കുന്ന ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. അതിന് നീ വഴിവിട്ട് എത്ര ഓടിയാലും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്നേഹമാണെന്നേ. നിന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു സ്നേഹമാണെന്നേ. ഈ വിശ്വസ്തൻ്റെ ക്യാരക്ടർ അത്. നിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഈ വാഗ്ദത്തം നിന്നിൽ ഏൽപ്പിക്കണം, നിന്നിൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റണം. ഇസ്രായേൽ ജനത്തോട് ദൈവം വീണ്ടും വീണ്ടും പറയുന്നത് എന്തോ? മടങ്ങി വരണമെന്നല്ലേ പറയുന്നത്? മടങ്ങി വരണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ മടങ്ങി വരണമെന്നാണ് പറഞ്ഞേ, ഇല്ലേ? അപ്പം മടക്കി കൊണ്ടുവരുന്ന ഒരു സ്നേഹമുണ്ട്, തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്നേഹമുണ്ടെന്നേ. അതാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ക്യാരക്ടർ. മൂന്നാമത്തെ ഒരു ക്യാരക്ടറോടെ ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭകളോട് കർത്താവ് എഴുതിയിരിക്കുന്ന ദൂതുകളുടെ അകത്ത് എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്ന ഒരു പോർഷൻ ഇങ്ങനെ, നിങ്ങൾ ജയിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്, ഇല്ലേ? ഇഫ് യു ഓവർകം you will receive the crown or you will receive the prize from heaven. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് കിരീടം ലഭിക്കുമെന്ന് സഭകളോട് പറയുമ്പോൾ, ഈ സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളെ ജയിപ്പിക്കുന്ന സ്നേഹമായത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ മകൻ അല്ലെ മകൾ, അവൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, അവൾക്ക് ഫേസ് ചെയ്ത് ജയിക്കാൻ ഒക്കാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ
അവൾ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ വഴക്ക് പറയുന്നതിനുപരിയായിട്ട് എങ്ങനെ ഇതിനെ ജയിക്കാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇല്ലേ, ഒരപ്പനായ നമ്മൾ അല്ലെ അമ്മയായ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അതെൻ്റെ സ്നേഹം കൊണ്ടാണ്. അവൾ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ ക്യാരക്ടറാണ് തമ്പുരാൻ ഈ പുസ്തകത്തിൻ്റെ അകത്ത് പലതും എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഇത് വായിക്കുമ്പോൾ തിരിച്ചറിയണം, നിന്നെ സ്നേഹിക്കുന്നത് ഒരു ജയിക്കുന്ന സ്നേഹത്താലാണ് നിന്നെ ജയിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞു തരാൻ കാരണം നീ പല സാഹചര്യങ്ങൾ, ഇതുവരെ നീ തോറ്റുപോയ സാഹചര്യങ്ങൾ, നിന്നെ പുറകിലേക്ക് വലിച്ച സാഹചര്യങ്ങളെ ജയിക്കാൻ ഒക്കുന്ന സ്നേഹമാണെന്നേ തമ്പുരാൻ പകർന്നിരിക്കുന്ന സ്നേഹം. സംശയമുണ്ടോ? ശമരിയക്കാരി സ്ത്രീ കല്യാണങ്ങൾ കഴിക്കുമ്പോഴും കൂടുള്ള ജനമൊക്കെ പറഞ്ഞു കാണും, നന്നായിക്കൂടെ, നന്നാവത്തില്ലേ, എല്ലാം പറഞ്ഞു കാണുമെന്നേ. ഉപദേശാക്കന്മാരും കാണുമല്ലോ, പറഞ്ഞു കൊടുക്കാൻ, നന്നാക്കാൻ എല്ലാം ഉണ്ടായിരുന്നു കാണുമല്ലോ. അത് കാരണം ഒന്നും ജയിക്കാനൊക്കാത്തത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവൾ ജയിച്ചു കേട്ടോ. ജീസസ് ഇതുവരെ തോറ്റുകിടന്ന പല സാഹചര്യങ്ങളെയും ജയിക്കുന്ന ഒരു സ്നേഹം ഇന്ന് ഇന്ന് പകൽക്കാലം നീ തോറ്റുപോയ പല മേഖലകളിലും നീ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. നീ പറയുന്നു, പലപ്പോഴും ഈ പാപത്തിൽ ഞാൻ വീണു പോകുക കർത്താവേ, പലപ്പോഴും ഈ പാപത്തിൽ വീണ്ടും വീഴുക. കർത്താവ് പറയുന്നേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഇത് ജയിക്കാൻ പറ്റുന്ന സ്നേഹത്താലാണ് നിന്നെ കർത്താവേ സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ക്യാരക്ടർ, ഈ ജനത്തിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടർ, കർത്താവിൻ്റെ സ്നേഹം അവരുടെ മേൽ കിടക്കുന്നത് കൊണ്ട് അവരുടെ മേൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ, അവിടെ 6 തൊട്ട് നിങ്ങൾ എടുത്ത് വായിക്കുവാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്യാരക്ടർ പറയാം. ഈ ജനത്തിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടർ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടര. അതുകൊണ്ടാണ് ഇവരുടെ മേൽ വാഗ്ദത്തം നിറവേറാൻ പോകുന്നത്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? പിതാവ് ആകർഷിക്കാതെ ആരും ക്രിസ്തുവിലേക്ക് വരത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പിതാവ് ആകർഷിച്ചിട്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേ വെർ ചൂസൺ. പക്ഷെ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ടേം കൂടെ ഉണ്ട്. അവരെ തെരഞ്ഞെടുക്കപ്പെട്ടത് അവനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. യു വെർ ചോസൺ ഫോർ ഹിംസെൽഫ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആ ടേം എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2 ക്യാരക്ടറൂടെ ഞാനൊന്ന് പറയാം. ഇപ്പം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കെല്ലാവർക്കും അതിനൊപ്പം വീഴുന്ന ഒരു ഭാഗമാണ് പർപ്പസ്. മോശയെ തെരഞ്ഞെടുത്തു, അന്നേരമേ മോശയുടെ മേൽ കിടക്കുന്ന പർപ്പസ് അവിടെ ഉണ്ട്, റിവീലാക്കി വരുക കർത്താവ്. തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വീഴുന്ന ഒരു പാർട്ട് ആ പർപ്പസ്. മനസ്സിലാവുന്നു? ഏലിയാവിനെ തിരഞ്ഞെടുത്തു, ശുശ്രൂഷ അവിടെ വീഴുക ഏലിയാവിൻ്റെ മേൽ. നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലെ പരിപാടികൾക്ക് വേണ്ടി അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നു? തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാവർക്കും ആരാ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരുന്നേ? ദൈവം തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിക്കേണ്ടതെല്ലാം തമ്പുരാന് തരാൻ അറിയാം. പക്ഷേ അതിനോടൊപ്പം ഒരു റെസ്പോൺസിബിലിറ്റി നിന്റെ മേൽ വീണിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന് അറിയുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ടത് അത് ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, അപ്പം മോശയെ തിരഞ്ഞെടുത്തു. മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം മോശയുടെ മേൽ വീഴുക അല്ലേ? ഒരു ജനത്തെ വിടുവിക്കാനുള്ള വാഗ്ദത്തം മോശയുടെ മേൽ വീഴുക.
നിന്നെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വർഗം നിന്റെ മേൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ വാഗ്ദത്തം വീണിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. ശുശ്രൂഷകളുടെ വാഗ്ദത്തം വീണ് കഴിഞ്ഞു എന്ന് തിരിച്ചറിയണം. ഇനിയും പാസ്റ്റർ വന്ന് തലേ കൈവെക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റർ വന്ന് കൈവച്ച് പറയണ്ട, നീ പുറത്തു പോയി സുവിശേഷം അറിയിക്കാൻ പറയേണ്ട ആവശ്യമില്ല. കർത്താവ് തെരഞ്ഞെടുത്തെങ്കിൽ there is a responsibility that has already fallen upon you. കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ഒരു പർപ്പസ് കർത്താവ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ആ പർപ്പസിലെ ഒന്ന് രണ്ട് കാര്യം ഞാനൊന്ന് എക്സാമ്പിളായിട്ട് പറയാം. മോശ എന്ന് റിസംബിൾ ചെയ്യുന്നത് ക്രിസ്തുവിനെ, പഴയ നിയമത്തിൽ എന്ന് ഒരു റിസംബ്ലൻസ് കിടക്കുന്നത്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ നടന്നു ജയിക്കാത്തത് കർത്താവ് പുതിയ നിയമത്തിൽ 40 ദിവസം ഉപവസിച്ച് ജയിച്ചു. പർപ്പസ് കിടക്കുക, തെരഞ്ഞെടുത്ത് പർപ്പസ് കിടക്കുക. മോശയുടെ ആദ്യത്തെ അടയാളം എന്തുവാ? മോശയുടെ ആദ്യത്തെ മിറക്കിൾ എന്തുവാ? വെള്ളം രക്തമാക്കുന്നത് ആദ്യത്തെ അടയാളം കിടക്കുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം എന്തുവാ? വെള്ളം വീഞ്ഞാക്കുന്നതാ. അവിടെ വെള്ളം രക്തമാകുമ്പോൾ മരണത്തെ കാണിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വെള്ളം വീഞ്ഞാകുമ്പോൾ കർത്താവ് റിസംബ്ലൻസ് ചെയ്യുന്നത്, പഴയ നിയമം മരണത്തിൻ്റെതായിരുന്നെങ്കിൽ, പഴയ നിയമം റിസംബിൾ ചെയ്ത ആദ്യത്തെ അടയാളം മരണത്തിൻ്റെ ആണെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവ് ആദ്യം കാണിക്കുന്ന അടയാളം ഈ വീഞ്ഞ്, ഈ രക്തത്തിന് നീ ഭാഗവാകിയാകുമ്പോൾ നീ ജീവനിലേക്ക് നടക്കുക ചെയ്യുന്നത്. മനസ്സിലാവുന്നു? പർപ്പസുകൾ ഹിഡനായി കിടപ്പുണ്ടെന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ പർപ്പസുകൾ ഹിഡനായി കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ടെന്നേ. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ വീഴുക. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, മോശയെ തെരഞ്ഞെടുത്തു. അതുപോലെ എല്ലാവരെയും തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് വാഗ്ദത്തം മോശയുടെ മേൽ വീണു, ഒരു ശുശ്രൂഷ മോശയുടെ മേൽ വീണു. അതിനോടൊപ്പം കിടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാ, വേറെ ഒരു ജനത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. മനസ്സിലാവുന്നു? വൺ വേ ഡയറക്ഷൻ ചൂസിങ് അല്ല ദൈവം നടത്തിയിരിക്കുന്നത്. നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ നിന്നിലൂടെ ചിലതിനെയും കൂടെ അകത്ത് കയറ്റാൻ സ്വർഗം അനുവദിച്ച് വീണിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. വെർട്ടിക്കൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, ഹൊറിസോണ്ടലിയും ആ തെരഞ്ഞെടുപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട് കേട്ടോ. യോനയെ തെരഞ്ഞെടുത്തതിൻ്റെ കൂടെ ഒരു ജനത്തിൻ്റെ വിടുതൽ അവിടെ കിടപ്പുണ്ട്. എല്ലാവരെയും എല്ലാ പുസ്തകത്തിൽ ആരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചിലതിൻ്റെ വിടുതൽ, ചിലതിനെ മടക്കി കൊണ്ടുവരിക, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം ഒന്ന്, നമ്മൾ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്, അവരുടെ മേൽ വാഗ്ദത്തങ്ങൾ നിറവേറും. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്, നമ്മുടെ മേൽ വാഗ്ദത്തങ്ങൾ നിറവേറും. 3, ഒറ്റ ലാസ്റ്റ് പോയിന്റോടെ പറഞ്ഞ് ഫിനിഷ് ചെയ്യാം നമുക്ക്. മൂന്നാമത്തെ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇങ്ങനെ, അവിടെ എഴുതിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്രഷർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കൂട്ടരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവരൊരു പ്രത്യേക ട്രഷറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൈസ്ഡ് പൊസഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രൈസ്ഡ് ട്രഷറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രഷർ എന്ന് പറയുമ്പോൾ നമുക്കെന്താ മനസ്സിലാവുന്നത്? നമ്മൾ ഏറ്റവും വില കൽപ്പിക്കുന്നതാ ട്രഷറായിട്ട് വിൽക്കുന്നത്. നമ്മൾ പറയും, ഇപ്പം ഓർണമെൻറ്റ്സിൻ്റെ കാര്യം അല്ലെ ജുവൽസിൻ്റെ കാര്യം ഞാനൊന്ന് എക്സാമ്പിളായിട്ട് പറയുക. നാളെ പോയി ഓർണമെൻറ്റ്സ് ഇടാനല്ല, ഇട്ടവരെടുത്ത് കളയാനുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുക. ഇപ്പം ഒരു വ്യക്തി പോയി ഒരു ഓർണമെൻ്റ് അല്ലെ ജുവൽ മേടിക്കുമ്പോൾ ഏറ്റവും ആകർഷണമായിട്ടിരിക്കുന്നതാ എടുത്തു വയ്ക്കുന്നത്, ഏറ്റവും ട്രഷർ ചെയ്ത് വയ്ക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ഒന്ന് ഇറ്റ് ഈസ് ഹാൻഡ് ക്രാഫ്റ്റഡ്. മനസ്സിലാവുന്നു? മനുഷ്യൻ അത് നിർമ്മിച്ച് ഷൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത്
കൊണ്ടുവന്നിരിക്കുന്നതാ നമ്മൾ ട്രഷറായിട്ട് വയ്ക്കുന്നത്. ആണോ? ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയാൻ കാരണം അത് ക്രാഫ്റ്റഡ് ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നു? നമ്മളെ ദൈവത്തിൻ്റെ ട്രഷർ അല്ലെ സ്പെഷ്യൽ ട്രഷർ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളെ മിനുക്കി, നമ്മളെ മിനുസമുള്ളതാക്കി, പ്രത്യേകതയുള്ളതാക്കി, ഷൈനിങ് ആക്കി തമ്പുരാൻ അത് മാറ്റിയെടുത്ത് നമ്മളെ പ്രഷ്യസ് ആക്കി വെച്ചിരിക്കുക കേട്ടോ. നമ്മളെ പ്രഷ്യസ് ആക്കി വെച്ചിരിക്കുന്നതിന് കാരണം സെറുബാബേലിനെ പറ്റി ഹഗ്ഗായിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? സെറുബാബേലിനെ മുദ്രമോതിരമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എൻ്റെ മുദ്രമോതിരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പം ഒരു രാജാവ് അല്ലെ ഒരു രാജ്ഞി അവർക്ക് വേണ്ടിയ ഒരു മുദ്രമോതിരം പണിയുക എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഹിതപ്രകാരമുള്ളതാണ് പണിയുന്നത് അല്ലേ? ആ എംബളം എവിടെ വെച്ചാലും ഈ രാജാവിൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ആണോ? നമ്മളെ മോൾഡ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് കർത്താവിൻ്റെ കരത്തിൽ ക്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മോതിരമാണെങ്കിൽ, അങ്ങനാണെങ്കിൽ ഇത് ഭൂമിയിൽ ഒരു സിംബലൈസേഷൻ ഉണ്ട് കേട്ടോ. നിന്നെ മാഞ്ചസ്റ്ററിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ അവിടെ തമ്പുരാൻ ഒരു സീല് വെക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നിന്നെ ആമസോണിൽ നിർത്തിയെങ്കിൽ, NHS നിർത്തിയെങ്കിൽ തമ്പുരാൻ്റെ സീല് പതിപ്പിക്കാൻ, തമ്പുരാൻ്റെ കിങ്ഡം പണിയാനാ തമ്പുരാൻ നിർത്തിയിരിക്കുന്നത്. കിങ്ഡം റിസെമ്പിൾ ചെയ്യാനാ. ആര് കണ്ടാലും പറയണം, അത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാ, അത് ക്രിസ്തുവിൻ്റെ കിങ്ഡം ഭൂമിയിൽ നടത്തുന്ന സഭയാ. ഓ ജീസസ്, മഹനീയമേ, നിങ്ങളെ ഒരു മുദ്രയായി തമ്പുരാൻ മാഞ്ചസ്റ്ററിൽ നിർത്തിയെങ്കിൽ ഈ പട്ടണത്തിൽ കിങ്ഡം നിർത്താനാ. ഈ പട്ടണത്തിൽ സ്വർഗത്തിൻ്റെ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് തമ്പുരാൻ നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ മേലാ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത്. ഞാൻ ആ 3 കാര്യങ്ങൾ പറയാൻ കാരണം, നമ്മൾ കുടുംബപരമായി, നമ്മൾ വ്യക്തിപരമായി, നമ്മൾ സഭാപരമായി സ്നേഹിക്കപ്പെട്ടവരാ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാ, തെരഞ്ഞെടുക്കപ്പെട്ടവരാ, കർത്താവിൻ്റെ പ്രത്യേക ട്രഷറാ. ഇത് കർത്താവ് നമ്മളെപ്പറ്റി വിളിക്കുമ്പോൾ തിരിച്ചറിയണം, നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല വാഗ്ദത്തം നിറവേറാൻ പോകുന്നത്. നമ്മുടെ കഴിവും നമ്മൾ നടക്കുന്ന രീതികൾ കൊണ്ട് അല്ല വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ പോകുന്നത്. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്നത്. കർത്താവ് നിന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്നത്. കർത്താവിൻ്റെ പ്രത്യേക ആ കാറ്റഗറിയിൽ വീഴുന്നത് കൊണ്ടാണ് നമ്മുടെ മേൽ വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുന്നത്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം.